ഹലോ കിസൻ്റെ ഉള്ളസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോയമ്പത്തൂരുള്ള മരുതമല മുരുകൻ ടെമ്പിളിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എത്താനായിട്ട് ഞാൻ പോയത് ട്രെയിൻ വഴിയാണ്. അതായത് നമ്മുടെ വൈകുന്നേരം 7:40 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് കോയമ്പത്തൂർ വരെ വിവേക് എക്സ്പ്രസ് ഉണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ട്രെയിൻ ആണെങ്കിലും ഞാൻ അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി കിടന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആ കണക്കിനായതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ അടുത്ത് നോക്കേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ബസ് കിട്ടുന്നതായിരിക്കും. അതിൽ ഞാൻ കയറിയത് 70 നമ്പർ ബസ്സിലാണ്. ഈ 70 നമ്പർ ബസ്സിലാണ് നമ്മുടെ മരുതമലയിലേക്ക് പോകുന്ന ബസ് റൂട്ട്. ഇതിലെ ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ മരുതമല. ഈ മരുതമലയ്ക്കകത്ത് എൻട്രൻസിൽ കയറുന്നതിന് മുമ്പായിട്ട് തൊട്ട് 2 സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കോവിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഈ ഷോപ്പിലൊക്കെ കയറി നമുക്ക് ഈ സൊവനിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. അതുമാത്രമല്ല നമ്മൾ പൂജ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിവിടെ 2 വീലറിലാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് കയറാനായിട്ട് ഒരാൾക്ക് എൻട്രി പാസ് 10 രൂപയാണ് വണ്ടിയിൽ വരണമെങ്കിൽ. കാറിലാണെങ്കിൽ 50 രൂപയാണ്. അതുമാത്രം നമ്മളിപ്പം അല്ലാതെ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലെത്താനായിട്ട് ഇവിടെ ബസ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഒരാൾക്കാണെങ്കിൽ 10 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ബസ് ഫുള്ളാകുമ്പോഴത്തേക്കും അവർ ഈ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ബസ് വരുമ്പോൾ അവർ ഓപ്പൺ ആക്കുന്നതായിരിക്കും. ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇവിടെ ബസ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുമാത്രം നിങ്ങൾക്ക് നടന്ന് കയറണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നടന്ന് നമുക്ക് മരുതമലയിലെ ടോപ്പിൽ നമുക്ക് എത്താവുന്നതാണ്. മരുതമലയും മുരുകൻ ടെമ്പിളും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരുന്നത് മരുതമലയും മുരുകൻ്റെ ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ ഒരു ഇതിലും കൂടെ ആയതുകൊണ്ടാണ് ഈ കോവിൽ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളിവിടെ നിന്ന് ടോപ്പിലെത്താനായിട്ട്. ഈ രാവിലെ വന്നതുകൊണ്ട് നല്ല ഫോഗൊക്കെ ഇറങ്ങിക്കിടക്കുന്ന കാഴ്ച കാണാൻ തന്നെ നല്ലൊരു ഫീലായിരുന്നു. ഇവിടെ നിന്ന് നമ്മളങ്ങ് ദൂരെ നോക്കുമ്പോൾ തന്നെ നമ്മൾ കോയമ്പത്തൂരുള്ള ടൗണൊക്കെ കാണാം. കോയമ്പത്തൂർ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ മരുതമല മുരുകൻ ടെമ്പിൾ ഉള്ളത്. ഈ ബൈക്കിലും കാറിലൊക്കെ വരുന്നവർ ഇവിടെയാണ്, ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വണ്ടിയും ഇതൊക്കെ അവർ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റെപ്സ് കയറി നമുക്ക് മേളിൽ കയറി ദർശനമൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വരാവുന്നതാണ്. പിന്നെ നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല. ചെരുപ്പ് വെക്കാനായിട്ട് താഴെ ഒരു കൗണ്ടറുണ്ട്. അവിടെ വെച്ചിട്ട് വേണം നമ്മൾ മേളിലേക്ക് കയറാൻ. അങ്ങനെ ചെരുപ്പൊക്കെ താഴെ വെച്ചതിന് ശേഷം ഞാൻ മേളിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു. ഈ മേളിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ എല്ലാ കോവിലും ഉള്ളതുപോലെ നമുക്ക് ഇവിടുന്ന് 2 സൈഡിലും ഈ കോവിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പൂജയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അതൊക്കെ വാങ്ങിച്ച് നമുക്ക് മേളിൽ കൊണ്ടുപോയി അർച്ചനയും അതൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെളിയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇതിൻ്റെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു പീസ്ഫുൾ വൈബിൽ നമുക്കിവിടെ ഇരിക്കാവുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. കാരണം കൂടുതൽ ശല്യങ്ങളൊന്നുമില്ല. നല്ലൊരു കിടില വൈബാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ മരുതമലയിലുള്ള ഈ മുരുകൻ ടെമ്പിൾ. ഞാനങ്ങനെ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പഞ്ചാമൃതം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പഞ്ചാമൃതം അങ്ങ് വാങ്ങിച്ച് കഴിച്ചു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതിന് ഞാൻ താഴേക്ക് ഇറങ്ങിയ ശേഷം നമ്മുടെ വന്ന ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ താഴേക്ക് പോകാനുള്ള ബസ്സിൻ്റെ എടുക്കാനുള്ള ടിക്കറ്റ് കാണാം. അവിടെ നിന്ന് 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോകാം. അവിടെ നിന്ന് നമ്മൾ പിന്നെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കുള്ള വേറെ ബസ് കയറി നമുക്ക് ഗാന്ധിപുരത്ത് എത്താവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ കോയമ്പത്തൂർ വരികയാണെങ്കിൽ കോയമ്പത്തൂരുള്ള ഈ മരുതമല മുരുകൻ ടെമ്പിളും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടില സ്പോട്ടാണ്. ഒരു പോസിറ്റീവ് വൈബും കൂടെയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം.